ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കാ. പരിശുദ്ധമായ മക്കയിലെ പള്ളി, ആ പള്ളിയുടെ നിർമ്മാണത്തെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടു മഹാന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ഇത് യർഫഉ ഇബ്രാഹീമു വ ഇസ്മാഈലുൽ ഖവാഇദ ലിൽ ബൈത്തി. ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിൽ വളരെ പ്രധാനമായ പങ്ക് വഹിച്ച രണ്ടുപേരുണ്ട്. അവരാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹീം വദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിമസ്സലാം. രണ്ട് മഹാന്മാരെ പരിചയപ്പെടുത്തുകയാണ്. മഹാന്മാരെ അനുസ്മരിക്കുന്ന പള്ളിയാണ്. അല്ലാഹുവിന്റെ ദിക്ർ നിലനിൽക്കാൻ വേണ്ടിയാണ് പള്ളിയെങ്കിൽ ആ ദിക്റിന്റെ ഭാഗമാണ് മഹാന്മാരെ ഓർക്കൽ. ആ ദിക്റിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യൽ. ആ ദിക്റിന്റെ ഭാഗമാണ് മൗലിദ് ഓതൽ. അല്ലാഹുവിന്റെ പള്ളികളിൽ അല്ലാഹുവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ. മഹാന്മാരായ ആളുകളെ പരിചയപ്പെടുത്തൽ, ഔലിയാക്കളെ ഓർക്കൽ. അതാണ് കഅബാലയത്തിന്റെ നിർമ്മാണം പറയുമ്പോൾ തന്നെ രണ്ട് മഹാന്മാരെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ പള്ളിയുടെ മുറ്റത്തു തന്നെ അല്ലാഹുവിന്റെ പ്രത്യേക നിയമപ്രകാരം, അല്ലാഹുവിന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാട് അടയാളപ്പെട്ട കല്ല് വെച്ചിരിക്കുകയാണ്. അത് കേവലം പള്ളിയുണ്ടാക്കിയ ഒരാളുടെ സ്മാരകമായി വെച്ചതല്ല. അത് കേവലം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപയോഗിച്ച ഒരു കല്ല് അവിടെ വെക്കുക എന്ന നിലക്ക് വെച്ചതല്ല. അത് തൗഖീഫിയായ നിശ്ചയപ്രകാരം, അഥവാ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വെച്ചതാണ്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൽ എത്രയോ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടന്നു. ഇപ്പോഴും അവിടെ നിന്ന് മഖാം ഇബ്രാഹിം നീക്കിയിട്ടില്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക നിശ്ചയപ്രകാരമാണ് മതാഫിൽ പ്രത്യേക സ്ഥലത്ത് മഖാം ഇബ്രാഹിം വെക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം. പിൽക്കാലത്ത് ശൈഖ് മുഹമ്മദ് മുതവല്ലി ശഅറാവി അദ്ദേഹം എഴുതുകയുണ്ടായി. അതെന്താണെന്നറിയുമോ? ഇപ്പോഴും അവിടെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാം ബിൻ ലാദൻ കമ്പനി, മുഹമ്മദ് ബിൻ ലാദന്റെ കമ്പനിയാണ്. ആ മുഹമ്മദ് ബിൻ ലാദൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മസ്ജിദുൽ ഹറാമിന്റെ പണി നടക്കുന്നു. അന്ന് അബ്ദുൽ അസീസ് രാജാവ് ഭരണാധികാരിയാണ്. അവർ രണ്ടുപേരും ഒരാലോചന നടത്തി. ഈ മഖാം ഇബ്രാഹിം മസ്ജിദുൽ ഹറാമിന്റെ ഒരു ഭാഗത്തേക്ക് എടുത്തു സ്ഥാപിച്ചാൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് സൗകര്യമാണ് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാം. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യമാണ്. മതാഫിൽ തിരക്കുണ്ടാവുകയില്ല. ആ ഭാഗത്ത് വരുമ്പോൾ ജനങ്ങൾ കുറച്ച് തിക്കും തിരക്കുമുണ്ടായി പോകുന്നുണ്ട്. അതൊഴിവാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. മഖാം ഇബ്രാഹിം മസ്ജിദുൽ ഹറാമിലേക്ക്, അഥവാ കഅബയുടെ ചുറ്റുവട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പള്ളിയിലേക്ക് എടുത്തൊന്ന് സ്ഥാനചലനം സംഭവിപ്പിച്ച് അവിടെ സ്ഥാപിച്ചാലോ? ഇതിനു വേണ്ടി ഒരു ബേസ്മെന്റിന്റെ പണി നടന്നു. മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഈ വിവരം ഏറെക്കാലം ചാനലുകളിലൂടെ ഖുർആൻ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഉടമ കൂടിയായ അശ്ശൈഖ് മുഹമ്മദ് മുതവല്ലി ശഅറാവി അറിഞ്ഞു. അദ്ദേഹം രാജാവിനും കോൺട്രാക്ടിംഗ് കമ്പനിയുടെ നേതാവിനും അഥവാ കോൺട്രാക്ടർക്കും കത്തയച്ചു. അതവിടെ നിന്ന് മാറ്റാൻ പാടില്ല. മഖാം ഇബ്രാഹിം അവിടെ നിന്ന് മാറ്റാൻ പാടില്ല. ആ അയച്ച ഫാക്സ് സന്ദേശത്തിൽ അദ്ദേഹം എഴുതി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഒരു സംഭവം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ സന്നിധിയിലേക്ക് തവാഫിന് വരുമ്പോൾ മഖാം ഇബ്രാഹിം കാണാനില്ല. ചോദിച്ചു, അല്ല മഖാം ഇബ്രാഹിം എവിടെ? അത് ജനങ്ങൾക്ക് ഇവിടെ തിരക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി മിസ്ഫലയിലേക്ക് മാറ്റിവെച്ചതാണ്.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേഗം ഇവിടെ കൊണ്ടുവരണം, അത് മാറ്റിവെക്കാൻ നമുക്ക് അധികാരമില്ല, അത് മാറ്റിവെക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക നിശ്ചയപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച സ്ഥലമാണത്. അവിടെ നിന്ന് മാറ്റാൻ നമുക്ക് പറ്റില്ല. ഖുർആനിൽ പറഞ്ഞില്ലേ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, പ്രത്യേകം നിസ്കരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം ആ മഖാമി ഇബ്രാഹീം ഇരിക്കുന്നതിന്റെ പിൻഭാഗത്താണ്. ഏതായാലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേഗം ഇങ്ങ് കൊണ്ടുവരണം. കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കഅബയിൽ നിന്ന് എത്ര ദൂരെയായിരുന്നു നബി തങ്ങൾ ഈ മഖാമി ഇബ്രാഹീം വെച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബാക്കളിൽ ആർക്കാണ് അറിയുന്നത്? എത്ര ദൂരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഖാമി ഇബ്രാഹീം സ്ഥാപിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഉടനെ ഒരു സ്വഹാബി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖാമി ഇബ്രാഹീം സ്ഥാപിക്കാൻ വന്ന സമയത്ത് അളവെടുത്ത നൂല് അല്ലെങ്കിൽ കയറ് എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാനത് കൊണ്ടുവരാം. മാഷാ അല്ലാഹ്, സ്വഹാബി ആ നൂല് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു വെച്ച സ്ഥലത്തേക്ക് കൃത്യമായി അളവെടുത്ത് അതേ സ്ഥാനത്തു തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയും ഖുർആൻ മഹത്വം പറഞ്ഞ് പരിചയപ്പെടുത്തി തരികയും ചെയ്ത മുൻഗാമികളിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആധാറ് പള്ളിയുടെ മുറ്റത്ത് വെച്ചിരിക്കുന്നു. മാത്രമല്ല, അതുകൊണ്ട് ജനങ്ങൾ ബറക്കത്തെടുക്കുന്നു. അത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്. ചില ആളുകൾ ആയത്തോതിയിട്ട് പറയും, പള്ളിയിൽ വെച്ച് അല്ലാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിന്റെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ. പള്ളിയിൽ വെച്ച് മൗലിദോദിയാൽ, റാത്തീബ് ചൊല്ലിയാൽ, മദ്ഹ് ചൊല്ലിയാൽ അത് പള്ളിയിൽ വെച്ച് നടക്കേണ്ട ആരാധനയല്ല എന്ന് ചില ആളുകൾ ആയത്തോതി തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും നമുക്കവിടുന്ന് പണി നിർമ്മാണം നടത്തി കാണിച്ചു തരികയും എല്ലാം ചെയ്ത പള്ളികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മഹാന്മാരെ ഓർക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളി അറിയപ്പെടുന്നത് അൽ മസ്ജിദുൻ നബവി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയപ്പെടുന്നത് മസ്ജിദി ഹാദാ, ഹബീബായ നബി തങ്ങളിലേക്ക് ചേർക്കുന്നു എന്ന കാരണത്താൽ പുണ്യമുള്ള പള്ളി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ പോയ പള്ളിയോ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ, ചുറ്റുവട്ടത്തിൽ മഖബറയുള്ള പള്ളിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തന്ന പള്ളിയുടെ സംസ്കാരം ആകത്തുക പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനവരതം നടക്കുന്ന പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പള്ളി, അവിടുന്ന് നിർമ്മാണം നടത്തിയ പള്ളി, അവിടുന്ന് ഇസ്റാ പോയ പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളികളുടെ സംസ്കാരത്തിൽ അടിസ്ഥാനപരമായി പ്രധാനമായുമുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും മഹാന്മാരെ ആദരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുകയുമൊക്കെ ചെയ്യുന്ന പള്ളി. ആ പള്ളിയാണ് ശരിയായ നിലക്ക് മുൻഗാമികൾ സ്ഥാപിച്ച മാതൃകയിലുള്ള പള്ളിയെന്ന് മനസ്സിലാക്കി
സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി നമ്മുടെ നാട്ടിൽ തുറക്കപ്പെടുമ്പോൾ, അത് വികസിപ്പിക്കപ്പെടുമ്പോൾ, ഇതിലൂടെ നമ്മുടെ അഖീദയും നമ്മുടെ ആശയവും നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയുമെല്ലാം അതുവഴി വർദ്ധിക്കാനും ദീനീയായ പ്രവർത്തനങ്ങളെ കൂടുതൽ കേന്ദ്രീകരിച്ച് ഏകീകരിക്കാനും ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.